എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കോട്ട് കോളർ അംബ്രല്ല ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ സ്ലീവിന് എടുത്തിരിക്കുന്ന മെറ്റീരിയൽ. ബോഡിയൊക്കെ പ്ലെയിനാണ്, നല്ലൊരു ബ്രിക്ക് കളറാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് 5 മീറ്ററാണ് ഈ ഒരു പ്ലെയിൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ലൈനിങ് 4 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ലൈനിങ് 4ആയിട്ട് മടക്കിയിട്ട് ഒരു 16 ഇഞ്ച് ലെങ്ത്തിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു 4ആയിട്ട് മടക്കിയിട്ട് നമുക്ക് 16 ഇഞ്ച് ലെങ്ത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് യോക്ക് ലെങ്ത്ത് 14.5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടി 15.5 ഇഞ്ചാണ് ശരിക്കും വേണ്ടു. അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് നമുക്ക് മാർക്ക് ചെയ്യണം. ഇപ്പോൾ 15.5 ഇഞ്ച് ഇതുപോലെ ആ ഒരു ലെവലാക്കാനായിട്ട് താഴെ ഞാൻ വരച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇതുപോലെ മുകളിലേക്ക് 15.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്യുന്ന അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ഷോൾഡർ എടുക്കുന്നത് 7.25 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങളുടെ നോർമൽ നമ്മൾ എടുക്കണ ഷോൾഡറിനേക്കാളും ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ ഒക്കെ നമ്മൾ കോളർ വെച്ച് തയ്ക്കുമ്പോൾ കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ 7 ഇഞ്ചാണ് തയ്ക്കണമെങ്കിൽ 7.5 ഇഞ്ചോ എടുക്കാം. അപ്പോൾ സാധാരണ ഞാൻ 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 7.25 ഇഞ്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആം ഹോള് മാർക്ക് ചെയ്യാം. ആം ഹോള് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഷോൾഡർ ലൈൻ വരച്ചില്ല, അവിടെ നിന്ന് തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. പിന്നെയാണ് എനിക്ക് ബോധം വന്നത്. ഞാനപ്പോൾ തിരുത്തുന്നുണ്ട്. അപ്പം ആം ഹോളും 7.25 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അവിടെ നിന്നല്ല, ഷോൾഡറിൻ്റെ ലൈൻ നമ്മൾ കറക്റ്റ് ആ ലെങ്ത്തിൽ മാർക്ക് ചെയ്തല്ലോ, അവിടെ നിന്ന് തന്നെയാണ് ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 7.25 ഇഞ്ച് ആം ഹോള് മാർക്ക് ചെയ്തു. പിന്നെ ചെസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് 10 ഇഞ്ചാണ്. 10 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ വരെ കൊടുക്കാം, കുഴപ്പമില്ല. യോക്ക് ലെങ്ത്ത് തയ്യൽത്തുമ്പ് എടുക്കാം 15.5 ഇഞ്ചാണ് കേട്ടോ. അവിടെ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ മുന്നേ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേസ്റ്റിൻ്റെ വണ്ണം എടുത്തിരിക്കുന്നത് 9 ഇഞ്ചാണ്. പ്ലസ് ഒരു 1/2 ഇഞ്ച് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ അതിനൊരു 1/2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ്, അങ്ങനെ അതും മാർക്ക് ചെയ്യാം. 4 ഇഞ്ച് ആണ് എടുക്കുന്നത് ടക്ക്. അപ്പോൾ 1/2 ഇഞ്ച് ടക്കിനും 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും. ഇപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 3.25 ഇഞ്ചാണ്. നെക്കിന് ലെങ്ത്ത് 3 ഇഞ്ചും. അപ്പോൾ എൻ്റെ ഈ കോളറെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്ത് കുറച്ച് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് കോളർ നല്ലോണം ഇങ്ങനെ ഇറങ്ങിയിരിക്കണമെങ്കിൽ ഒരു 3.5 ഒക്കെ എടുക്കാം കേട്ടോ. 3.5 വരെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഷോൾഡർ സ്ലോപ്പും ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ വരച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ സെൻറ്റർ കാണാം. സെൻറ്റർ കണ്ടിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടേക്ക് ഇതുപോലെ വരയ്ക്കാം. ആം ഹോൾ കർവ് സ്കെയിലില്ലേ, അത് വെച്ചിട്ട് വരയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഈ ഒരു കോണിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിൻറ്റ്സ് തമ്മിൽ ഇതുപോലെ യോജിപ്പിക്കാം. ഇതിപ്പോൾ നമ്മൾ ബാക്ക് ആം ഹോളാണ് വരച്ചേക്കുന്നത്. ഇനി നമുക്കിത് ബാക്ക് നെക്ക് 1 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. വെറുതെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ബാക്ക് ആം ഹോളാണല്ലോ വരച്ചത്. ഇനി ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കാനായിട്ട് നമുക്കിത് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുന്നോട്ടും വരയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ബാക്കിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് 1.5 ഇഞ്ച് കിട്ടത്തില്ലേ. അപ്പോൾ ഫ്രണ്ട് ആം ഹോളിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ടക്ക് ഇടാനുള്ള പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ 10 ഇഞ്ചാണ് എനിക്ക് എൻ്റെ ബെസ്റ്റ് പോയിൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ 10.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. 10 ഇഞ്ചാണ് ഒറിജിനൽ ലെങ്ത്ത്. അപ്പോൾ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 10.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ബെസ്റ്റ് പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് 3.25 ഇഞ്ചാണ്. അപ്പോൾ അത് നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർ ചെയ്തിട്ട് മാർക്ക് ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അടിയിക്കും ഒരു പോയിൻ്റ് നീട്ടി വരച്ചിട്ട് 1/4 ഇഞ്ച് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും വരച്ചിട്ട് ഈ പോയിൻ്റുകൾ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ടക്ക് റെഡിയായി, മാർക്കിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്കിങ്ങനെ സൈഡിൽ തൂങ്ങി കിടക്കാണ്ടിരിക്കാനായിട്ടാണ്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്കിൻ്റെ ആം ഹോളില്ലേ അത് വെച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടും ബാക്കും മാറ്റിയിട്ട് ഫ്രണ്ടിൻ്റെ ഭാഗത്ത് ഇതുപോലെ സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ലൈനിങ്ങിൻ്റെ ആ ഒരു ലെങ്ത്തിലും വിഡ്ത്തിലൊക്കെ മെയിൻ മെറ്റീരിയൽ ഫ്രണ്ടിനും ബാക്കിനും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ശേഷം നമുക്ക് ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഞാൻ ഫ്രണ്ട് പീസ് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും അങ്ങനെ തന്നെ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ടക്ക് അടിച്ചു കൊടുക്കാം. ടക്ക് അടിക്കാനായിട്ട് ആദ്യം സെൻറ്റർ ലൈനിൽ നിന്ന് ഇതുപോലെ നേരെ ഒന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ അടിച്ച് വരാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ടക്ക് അടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ നമ്മളിത് ഇതുപോലെ ആ ഒരു കോൺ ഷേപ്പ് പോലെ വരച്ചില്ലേ അതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ടക്കൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടായിട്ട് മടക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആ കോളറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊട്ട് കോളറിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അതിന് എത്ര ലെങ്ത്ത് വേണമെന്ന് നോക്കാം. ഞാൻ ഇവിടെ 9 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിരിക്കുന്നത്. സോ ആ ലെങ്ത്തിൽ ഇതുപോലെ ഒന്ന് സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് നമുക്കൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2.5 ഇഞ്ച് തന്നെയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഒരു ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുക. ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന പോലെ കണ്ടോ നമുക്ക് ആ കോളറൊന്നും ഇങ്ങനെ തുറന്നിരിക്കണമല്ലോ, ഇങ്ങനെ ഇരിക്കണ്ട. അപ്പം അതിന് പാകത്തിന് ഒന്നിട്ട് കൊടുക്കുക. ചെറിയ നോച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കോളറിൻ്റെ അവിടെ വയ്ക്കാനായിട്ട് ഇത്തിരി ഒരു പീസ് വേണം. അപ്പോൾ ഇത്തിരി കട്ടി കിട്ടാനായിട്ട് ഞാൻ മെയിൻ ഫാബ്രിക് ലൈനിങ്ങും ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെട്ട് വരുന്നത് മടക്കിയിട്ടിട്ട് ഒരു 4.25 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടൽ ഒരു 10 ഇഞ്ചോളം വെട്ട് വരുന്നതും ലെങ്ത്ത് 15 ഇഞ്ചും വരുന്ന ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പീസ് എടുത്തില്ലേ കോളറിന് വയ്ക്കാനായിട്ട്, ആ പീസ് രണ്ടായി മടക്കി ഒരു പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വഴുതി പോണ തുണി തന്നെ പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ നെക്കൊക്കെ കറക്റ്റ് സ്ക്രീനിൽ കാണുന്ന പോലെ ശരിക്കും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ ആ നോച്ചിട്ട് കൊടുത്തില്ലേ ആ ഒരു പോയിൻറ്റും കൂടി നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു നെക്കും കട്ട് ചെയ്തെടുക്കുക. ആ ഒരു പീസിൽ നെക്കും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സെൻറ്റർ നമ്മുടെ ആ ലെങ്ത്തില്ലേ ആ ലെങ്ത്തും കൂടി അതുമൊന്ന് മാർക്ക് ചെയ്തെടുത്തോളൂ. ആ ലെങ്ത്ത് വരെ നമുക്ക് ഇപ്പം നമ്മളെടുത്ത ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും നമ്മളുടെ ഈ എടുത്ത പീസിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വെട്ടിട്ട ആ ഒരു ഭാഗം അവിടെ നിന്ന് ഇങ്ങനെ വന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്യേണ്ട, ആ വെട്ടിട്ട ഭാഗത്തിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് അടുത്ത വെട്ടിട്ട ഭാഗത്തിൻ്റെ അവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്താം. കട്ട് വരണ ഭാഗത്ത് നമുക്കിത് ആ ഒരു പീസുമേയും കട്ടിട്ട് കൊടുക്കുക കേട്ടോ. അത്രയും ലെങ്ത്തിൽ തന്നെ ഒരു കട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഓരോ നോച്ചസ് ഇട്ട് കൊടുക്കാം. നമുക്ക് അപ്പുറത്തേക്ക് തിരിച്ചിടണമല്ലോ. അപ്പോൾ ഇതിങ്ങനെ നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചിടാം. ഇത് നമ്മൾ മറിച്ചിട്ടിട്ട് ആ ഒരു പീസിന് മറിച്ചിട്ട് നല്ലോണം കോളറിൻ്റെ ആ ഒരു ഷേപ്പിൽ അയൺ ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ് നമ്മൾ അതുപോലെ തന്നെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കായിട്ട് ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗം ഇതുപോലെ ഷോൾഡർ തമ്മിൽ നല്ല വശവും വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം നമുക്ക്. അങ്ങനെ 2 ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കോളർ വെക്കാൻ അതിന് മുന്നായിട്ടുണ്ടല്ലോ, നമ്മൾ നേരത്തെ വെച്ച ആ ഒരു പീസില്ലേ, ആ പീസിൻ്റെ ഇതുപോലെ ഉള്ള ആ വശം നമുക്ക് 3 സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് 2ആക്കി മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കോളർ വെക്കണം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വയ്ക്കാം. ഇങ്ങനെ നിവർത്തി ഇതുപോലെ ഒന്ന് വയ്ക്കാം. എന്നിട്ട് നമുക്ക് അവിടുത്തെ ലെങ്ത്ത് മാർക്ക് മെഷർ ചെയ്യണം. ഈ ഒരു നോച്ചിട്ടിട്ട് അവിടെ വരെ 5.75 എനിക്ക് കിട്ടിയത്. 2, 3 ഒക്കെ തവണ ഒന്ന് ഉറപ്പ് വരുത്താം നമുക്ക്. ടേപ്പ് എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ വെച്ചോ, എങ്ങനെ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് മെഷർ ചെയ്യാം കേട്ടോ. എങ്ങനെ വെച്ചായാലും 5.75 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാൻവാസ് 2ആയിട്ട് മടക്കിയിട്ടിട്ട് അവിടെ നിന്ന് 5.25 ഇഞ്ചിൽ ലെങ്ത്ത് നമ്മുടെ കോളറിൻ്റെ ആ ഒരു മെഷർ ചെയ്തില്ല നമ്മൾ, അങ്ങനെ 5.25 ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 5.25 നിൽക്കുന്നിടത്തു നിന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കതൊരു ബോക്സായിട്ട് വരയ്ക്കാം. എനിക്ക് കോളർ ഡ്രസ്സുകൾ ശരിക്കും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ സ്റ്റിച്ച് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. അതുപോലെ ഇനി ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിൽ നിന്ന് ആ മുകളിൽ വരച്ചില്ല, അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോളറിൻ്റെ ആ ഒരു ഷേപ്പില്ലേ, അത് കിട്ടാനാണ് ഇതുപോലെ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് താഴേന്ന് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റും ഈ 1/2 ഇഞ്ചിൻ്റെ പോയിൻറ്റും തമ്മിൽ യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ കോളർ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ ഒരു കോളറിൻ്റെ ഷേപ്പിൽ മെയിൻ ഫാബ്രിക്കിന് ലൈനിങ്ങും കൂടി ഒരുമിച്ച് വെച്ച് അറ്റാച്ച് ചെയ്ത് അങ്ങനത്തെ 2 പീസ് എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ഭയങ്കര കട്ടി കുറഞ്ഞൊരു ഫ്ലോയി ആയിട്ട് കിടക്കണതാണ്. ഇത്തിരി സ്റ്റിഫ്നെസ് കിട്ടാനായിട്ട് ഞാൻ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്ത് 2 പീസാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു പീസിൻ്റെ പൊട്ട വശത്ത്, അതായത് ലൈനിങ്ങിൻ്റെ ഭാഗത്ത് ഇതുപോലെ നമ്മുടെ ക്യാൻവാസ് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുത്തിട്ട് ആ ഒരു കേർവായിട്ടിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ഇത്. ആ ഒരു തെക്കോടെ ആണ് സ്റ്റിച്ച് ചെയ്തേക്കണത് കണ്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസ് പേസ്റ്റ് ചെയ്ത ആ ഒരു പീസും നമ്മുടെ വേറൊരു പീസുണ്ടല്ലേ, അതിൻ്റെ നല്ല വശങ്ങൾ ചേർന്ന വിധത്തിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു തട്ടം തൊട്ട് അങ്ങനെ അടിയിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത കോളറിൻ്റെ ആ ഒരു തട്ടം വരെ, അതായത് ആ ലാസ്റ്റത്തെ ആ ഒരു നമ്മുടെ കോളർ നിൽക്കുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിൻ്റ് അവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിത് എങ്ങനെ എക്സസൈസായിട്ട് നിൽക്കണതൊക്കെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഈ മോൾ ഭാഗത്ത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു പീസിൻ്റെ ആ ക്യാൻവാസ് വെച്ച പീസിൻ്റെ കറക്റ്റ് ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്കൊരു 1/4 ഇഞ്ചെങ്കിലും ഉണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. 1/4 1/2 ഇഞ്ച് വെച്ചിട്ട് വേണം ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയാൻ.
ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ വല്ല സിസറൊക്കെ വെച്ചിട്ട് ഒന്ന് ഉള്ളിൽ നിന്ന് കുത്തിയെടുക്കാം. നമുക്ക് കോളർ ഒന്ന് ഇതുപോലെ മടക്കി വെച്ചിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെയാണ് സെൻറ്റർ വരുന്നത്. ഇനി ഇത് കോളർ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു 1/4 ഇഞ്ച് വിട്ടാർന്നില്ലേ, ആ ഭാഗം ശരിക്കും നമ്മൾ ക്യാൻവാസ് വെച്ചടിച്ച ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് എളുപ്പമുണ്ടാവും. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്, അതൊന്ന് കാണിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ബാക്ക് സൈഡിൽ നമ്മളുടെ സെൻറ്റർ കാണാം. എന്നിട്ട് ആ സെൻറ്റർ നമ്മുടെ കോളറിൻ്റെ സെൻറ്ററും തമ്മിൽ ഇതുപോലെ ഒന്ന് വെക്കാം. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ ഇതുപോലെ സെൻറ്ററും വയ്ക്കുക. അപ്പം നല്ല വശത്താണ് കേട്ടോ വയ്ക്കുന്നത്. ആദ്യം കോളർ നമ്മുടെ ബാക്ക് പോർഷനിൽ നല്ല വശത്ത് വെച്ചിട്ട് ആ ഒരു സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഒരു സൈഡിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്യാം. അപ്പം ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ടാവില്ലേ, ഇത് നമുക്കിത് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗമുണ്ട് അതിങ്ങനെ കവറാകുന്നതൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ ഇതിങ്ങനെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കങ്ങനെ ആ ഒരു ഇത് കവറാകുന്നതിൽ ഇങ്ങനെ ശരിക്കും വെച്ചിട്ട് വലിച്ച് പിടിക്കാണ്ട് നമുക്കങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയൺ ചെയ്തെടുത്തപ്പോൾ നമുക്കിതുപോലെ കിട്ടും. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഒരു പീസ് വെച്ച് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ നമുക്ക് ഒരു 6.5 ഇഞ്ച് ലെങ്ത്തിൽ നമുക്കൊരു പീസ് വെച്ച് കൊടുക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ അവിടുത്തെ വിട്ട് ഒന്ന് നോക്കാം. ഇപ്പോൾ 4.25 ഇഞ്ചൊക്കെ എടുക്കാം. അതുപോലെ തന്നെ ലെങ്ത്ത് നോക്കാം. ലെങ്ത്ത് 5 കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് വേണം നമുക്കൊരു പീസ് ആ ഒരു ഇതിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ പീസ് വെച്ച് കൊടുക്കാനായിട്ട് 6 ഇഞ്ച് വിഡ്ത്തിൽ 6.5 ഇഞ്ച് ലെങ്ത്തിൽ 2 പീസ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ലൈനിങ്ങും ഒരെണ്ണം മെയിൻ ഫാബ്രിക്കും ആണ് എടുത്തിരിക്കുന്നത്. ലൈനിങ് പീസ് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ആ ഒരു ഷേപ്പ് ആ ഒരു കറക്റ്റ് അളവ് കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ലൈനിങ് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ച് മറിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കത് ആ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കോട്ട് കോളർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അംബ്രല്ല പാർട്ട് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഉണ്ട്. അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. സോ അംബ്രല്ല പാർട്ടും കൂടി വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഡീറ്റെയിൽഡായിട്ട് അംബ്രല്ല കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.